നമസ്തേ. ടാരോ ടോക്ക് വിത്ത് അനിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നതെന്നും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് നിങ്ങളുടെ എനർജി വന്നിട്ട് നിങ്ങളെന്തോ ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അതല്ലെങ്കിൽ ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ വരവും ചെലവും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത പോലെ നിങ്ങൾ കുറച്ച് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. അടുത്തത് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ സാഹചര്യത്തെ നിങ്ങളുടെ ആന്തരിക ശക്തിയെ പിന്തുടരുക എന്നാണ് പറയണത്. അതുപയോഗിച്ച് ആന്തരിക ശക്തി ഉപയോഗിച്ച് ക്രമപ്പെടുത്തുക. നമുക്കിപ്പോൾ ഒരു കാര്യമെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതെ അത് ഡെലിഗേറ്റ് ചെയ്യുക. നിങ്ങളൊരു കുറച്ചൊരു ഒരു നേതൃത്വം ഏറ്റെടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്രമപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തികൾ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇന്നർ പവർ ഉപയോഗിച്ച് അതിനെ നേരിടുക, ഇതൊക്കെയാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ വന്നിട്ട് ദ മൂൺ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ക്രമപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതിലെന്ത് എനർജിയാണ് യൂണിവേഴ്സ് പറഞ്ഞത് അതിനനുസരിച്ചാണെങ്കിൽ പോലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഒരു റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തൊരു എനർജിയാണ് കാണുന്നത്. അതിനാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം അവബോധത്തെ വിശ്വസിക്കുക. എന്തിനെ പറ്റിയെങ്കിലും ഒരു ഭയം തോന്നുന്നെങ്കിൽ ചിന്തിക്കുക. നമുക്ക് ഒരു ഭയം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ ആക്കുകയേ ഉള്ളൂ. എന്തിനും പരിഹാരമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഭയത്തോടെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏകാഗ്രതയോ അല്ലെങ്കിൽ അതിന് വേണ്ട റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ ഇത് ഈവനിങ്ങിലുള്ളത് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ സ്വന്തം ആന്തരിക ശക്തിയെ ശ്രദ്ധിക്കുക. എന്താണ് അവിടെ നിന്നുള്ള മെസ്സേജ് ഒന്ന് നോക്കുക. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഭയപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുക. ഇന്ന് ഇങ്ങനെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് റെസനേറ്റ് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.